തമിഴ്നാട്ടിൽ വിജയ് നയിക്കുന്ന തമിഴക വെട്രിക്കഴകം സർക്കാർ അധികാരത്തിലിരിക്കുന്നത് DMK-യുടെയും സഖ്യകക്ഷികളുടെയും കാരുണ്യം കൊണ്ടാണെന്ന് DMK അധ്യക്ഷൻ MK സ്റ്റാലിൻ. ഈ ഭരണത്തിന് അന്ത്യം കുറിക്കാൻ പാർട്ടി അണികൾ ഒന്നിച്ച് പ്രതിജ്ഞയെടുക്കണമെന്നും TVK സർക്കാർ 3 മാസം തികയ്ക്കുമോ എന്ന് ജനങ്ങൾക്ക് സംശയമുണ്ടെന്നും MK സ്റ്റാലിൻ. DMK നേതൃത്വം നൽകിയ സഖ്യത്തിലൂടെ നിയമസഭാ സീറ്റുകൾ നേടിയ പാർട്ടികളുടെ പിന്തുണയോടുകൂടിയാണ് നിലവിൽ വിജയുടെ TVK സർക്കാർ രൂപീകരണം നടത്തിയത്. അതുകൊണ്ട് തന്നെ സർക്കാരിനെ താഴെയിറക്കാൻ തങ്ങളുടെ പ്രവർത്തകർ ഒറ്റക്കെട്ടായി നിലനിൽക്കണമെന്ന് MK സ്റ്റാലിൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ചെന്നൈയിലെ പാർട്ടി ആസ്ഥാനത്ത് നടന്ന രാഷ്ട്രീയ യോഗത്തിലാണ് സ്റ്റാലിൻ വിജയ് സർക്കാരിനെതിരെ അതിരൂക്ഷമായ ആക്രമണം ഇത്തരത്തിൽ നടത്തിയത്. 6 മാസത്തേക്ക് TVK സർക്കാരിനെ വിമർശിക്കേണ്ട എന്നായിരുന്നു DMK-യുടെ തീരുമാനം. പക്ഷേ അത്രയും കാലം ഈ സമയം തികയ്ക്കുമോ എന്നുള്ള സംശയമാണ് തങ്ങളെ ആകുലരാക്കിയത്. ഈ സമയം തികയ്ക്കും മുൻപ് തന്നെ ചർച്ച ചെയ്യേണ്ട പലവിധ വിഷയങ്ങൾ മുന്നിൽ വന്നു. 5-6 മാസം പോയിട്ട് ഈ സർക്കാർ 3 മാസം തികയ്ക്കുമോ എന്ന സംശയമാണ് ജനങ്ങൾക്ക് ഇപ്പോഴുള്ളതെന്നും സ്റ്റാലിൻ കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ പ്രവർത്തനം അത്രയധികം മോശമാണെന്നാണ് DMK-യുടെ വിമർശനം. വർഷങ്ങളായി DMK വിജയവും പരാജയവും ഒരുപോലെ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. പ്രവർത്തകർ ജയപരാജയങ്ങൾ സമചിത്തതയോടെ ഉൾക്കൊണ്ട് പാർട്ടിയെ ശക്തിപ്പെടുത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ഇനിയും മുന്നോട്ട് പോകണമെന്നാണ് സ്റ്റാലിന്റെ നിർദ്ദേശം. വളരെ നേരിയ ഭൂരിപക്ഷത്തിൽ മുന്നോട്ട് പോകുന്ന ഈ ഭരണം ഏത് നിമിഷം വേണോ താഴെ വീഴാമെന്നാണ് സ്റ്റാലിന്റെ മുന്നറിയിപ്പ്. DMK-യുടെ സഖ്യകക്ഷികളുടെ പിന്തുണ കൊണ്ടാണ് TVK സർക്കാർ നിലനിൽക്കുന്നത് പോലും. DMK അധികാരത്തിലെത്തണമെന്ന് ആഗ്രഹിച്ച പാർട്ടികളായിരുന്നു അവർ. DMK-യെ പിന്തുണയ്ക്കുന്നതിന് മുന്നേ അവർ തന്നോട് കൂടിയാലോചന നടത്തി. സംസ്ഥാനം ഗവർണർ ഭരണത്തിലേക്ക് നീങ്ങുന്നത് തടയാനാണ് അവർ പിന്തുണ കൊടുത്തത്. ഗവർണർ വഴി BJP-ക്ക് സംസ്ഥാനം ഭരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കരുത് എന്നാണ് കരുതിയത്. എന്നാൽ ഇപ്പോൾ ഉടൻ തന്നെ TVK സർക്കാരിനെ താഴെയിറക്കേണ്ട ഒരു സാഹചര്യമാണ് സംജാതമായത്. സർക്കാരിനെ താഴെയിറക്കാൻ DMK പ്രവർത്തകർ പ്രതിജ്ഞയെടുക്കണമെന്നും സ്റ്റാലിൻ ആഹ്വാനം ചെയ്തു കഴിഞ്ഞു. AADMK ഉൾപ്പെടെയുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും രാജിവെച്ച് DMK-യിലേക്ക് എത്തിയ 1000-ലധികം പ്രവർത്തകരെ സ്വാഗതം ചെയ്യാനായി സംഘടിപ്പിച്ച വേദിയിൽ കൂടിയാണ് വിജയ് സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനം സ്റ്റാലിൻ ഉന്നയിച്ചത്. ഇക്കഴിഞ്ഞ തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 234 അംഗ സഭയിൽ വിജയുടെ TVK 108 സീറ്റുകളായിരുന്നു നേടിയത്. ഏറ്റവും വലിയ ഒറ്റകക്ഷിയായെങ്കിലും ഭൂരിപക്ഷത്തിന് ആവശ്യമായ 118 സീറ്റുകൾ തികയ്ക്കാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് DMK സഖ്യത്തിലുണ്ടായിരുന്ന CPI, CPM, VCK, മുസ്ലിം ലീഗ് എന്നീ പാർട്ടികൾ TVK-ക്ക് പിന്തുണ പ്രഖ്യാപിച്ചത്. ഇതിനു പുറമെ DMK സഖ്യം ഉപേക്ഷിച്ചുകൊണ്ട് കോൺഗ്രസും വിജയെ പിന്തുണച്ചു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.